പ്രേക്ഷകരെ, ബജറ്റുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്തേക്കാണ്. അവിടെ കഴക്കൂട്ടത്ത് ഒരു തീപിടുത്തം, വൻ തീപിടുത്തമാണെന്ന് അറിയുന്നു. വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലെ കുറ്റിക്കാട്ടിലാണ് തീപിടിച്ചത്. ഇപ്പോഴും തീ കത്തിപ്പടരുകയാണ്. ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റിനടുത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യത്തിൽ കാണാം, ഫയർഫോഴ്സ് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? വലിയ തീപിടുത്തമാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആളപായമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ? റോഷ്നി, കഴക്കൂട്ടം മേനംകുളത്താണ് റോഷ്നി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 1:45-2 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു തീപിടുത്തം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് കാണാം, ഇത് വ്യവസായ വകുപ്പിന്റെ ഒരു ഭൂമിയാണ്. ഈ ഭൂമിയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പല ദിശയിൽ നിന്നുകൊണ്ട് ഫയർഫോഴ്സ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ കുറ്റിക്കാട്ട് പൂർണ്ണമായും തന്നെ ഇപ്പോൾ തീ പടർന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണുള്ളത്. ഇത്രയും സമയം ഏതാണ്ട് ഒരു മണിക്കൂറിന് മുകളിലായി ഫയർഫോഴ്സ് അടക്കം എത്തിക്കൊണ്ട് ഇവിടെ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം റോഷ്നി, ഈ പുരയിടത്തിന് തൊട്ട് ചേർന്നിട്ടാണ് ഈ ഭാരത് ഗ്യാസിന്റെ ഒരു റീഫില്ലിംഗ് സെന്റർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തായി തന്നെയാണ്, ഈ ഒരു കോമ്പൗണ്ടിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് സെന്റർ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കുക എന്നുള്ളത്, ഇവരെ സംബന്ധിച്ചിടത്തോളം തീ പടരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ നിർണായകമായൊരു ശ്രമം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തി വരുന്നത്. പക്ഷേ ഇതുവരെയും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റോഷ്നി ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ പരിസരത്തേക്ക് എത്തിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ജില്ലാ കളക്ടറും നൽകിയിട്ടുണ്ട്. കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പല ഇടങ്ങളിലേക്കായിട്ട് തീ നിലവിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. ചേട്ടാ, എന്താ ഒരു അവസ്ഥ? റോഷ്നി, ഇവിടെ കൂടുതൽ ആളുകളും ഇപ്പോൾ ഒക്കെ തന്നെ വന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇവർ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം തൊട്ടടുത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റ് ഉള്ളതാണ് വലിയൊരു ആശങ്കയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. കാരണം അങ്ങോട്ടേക്കൊക്കെ തീ പടരുകയാണെങ്കിൽ വലിയ ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ആളുകളെയൊക്കെ തന്നെ പ്രദേശത്ത് നിന്ന് നിലവിൽ മാറ്റിക്കൊണ്ട് ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഏക്കർ കണക്കിന് ഭൂമി കത്തി നശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റോഷ്നി നമുക്ക് പ്രാഥമികമായി നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത്. എത്ര ഇടത്തേക്ക് തീ പടർന്നിട്ടുണ്ട് എന്നിപ്പോൾ ഫയർഫോഴ്സ് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇതിന് ഫ്രണ്ടിൽ കൂടെയുള്ള ഗതാഗതം ഒക്കെ തന്നെയും നിലവിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വാഹനങ്ങളൊന്നും ഈ പ്രദേശത്തുകൂടി കടത്തിവിടുന്നില്ല. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. വലിയ തീ തന്നെയാണ് റോഷ്നി. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടും നിലവിൽ ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം നിലവിൽ ഇതുവരെയും ഈ ഒരു തീ അത് അണയ്ക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് സംഘവും കൂടുതൽ ആളുകളും ഒക്കെ എത്തിയിട്ടുണ്ട്. കളക്ടർ അടക്കം ഇടപെട്ടിട്ടുണ്ട്. ചേട്ടാ, എന്താ അവസ്ഥ? എപ്പോഴാണ് തീപിടുത്തം തുടങ്ങിയത്? ഒരു 2:30-ക്കാണ് ഇവിടെ തീപിടുത്തം വന്നത്. നമ്മളപ്പുറത്ത് BPC പ്ലാന്റിലെ ജോലി ചെയ്യുകയാണ് ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ തീ പിടിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ അവിടുത്തെ സാധനങ്ങളായിട്ട് ഫയർഫോഴ്സിനെ വിളിക്കുകയും നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവന്നതിനാണ് ഇവിടെ ഇത് വ്യവസായ വകുപ്പിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് എന്തൊക്കെ ബിൽഡിങ്ങുകളോ മറ്റോ ഉണ്ടോ? BPC ഭാരത് ഗ്യാസ് ഉണ്ട്, അപ്പുറത്ത് പ്ലാന്റ് ഉണ്ട്. തന്നെയാണ് ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നത്. അതാണ് ഏറ്റവും ഇതിന് തൊട്ടടുത്താണ്, കുറച്ച് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് പ്ലാന്റ് ഇരിക്കുന്നത്. തൊട്ടടുത്താണ് അതിന്റെ മതിലിരിക്കുന്നത്. ആ മതിലിനപ്പുറത്താണ് പ്ലാന്റ് ഉള്ളത്. ഞങ്ങൾ ആ പ്ലാന്റ് ജോലി ചെയ്യുന്നവരുണ്ട്. 75% ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇതിനകത്ത് വന്ന് ഇത് വെള്ളം അടിക്കുന്നത് മൊത്തം ആൾക്കാർ. കുറെ ഇടത്തേക്ക് തീ പടർന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ളും തീ പടർന്നിട്ടുണ്ട്. ഈ വ്യവസായ വകുപ്പിന്റെ ഭൂമി എത്രയുണ്ടാവും? എത്ര ഏക്കർ ഉണ്ടാവും ഏകദേശം? നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ഏക്കർ കണക്കുണ്ട്. എത്ര ഏക്കർ എന്ന് പറയാൻ പറ്റില്ല. ഏക്കർ എന്ന് പറയാൻ ഒന്നും അറിയില്ല. കാറ്റ് വലിയൊരു തടസ്സം. കാറ്റ് ഒരുപാട് കാറ്റ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും ആൾക്കാർ ഇതിനുവേണ്ടി ശ്രമം നടത്തുന്നു. ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ 5 ഫയർഫോഴ്സ് ഓൾറെഡി ഉണ്ട്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇതുവരെയും എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് റോഷ്നി ഇവിടെ പറയുന്നത്. ഏറ്റവും ആശങ്കയായിട്ട് നിൽക്കുന്നത് ഈ ഭാരത് ഗ്യാസിന്റെ അവരുടെ ഈ റീഫില്ലിംഗ് പ്ലാന്റ് തന്നെയാണ്. കാരണം ഈ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തീ പിടിക്കുന്ന പുരയിടത്തിന്റെ ആ മതിൽ അത് തീരുന്നത് ഈ ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റിലേക്കുള്ളതാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു പ്ലാന്റ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇത് തീ പടരുക എന്ന് പറഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുൻപ് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത്. ഏതാണ്ട്
1 മണിക്കൂറിന് മുകളിലായി ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെയും ചേർന്നുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികൾ കളക്ടറുമായി നേരത്തെ ബന്ധപ്പെട്ടുവെന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കളക്ടർ അടക്കം ഇടപെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ തീ അണയ്ക്കാനുള്ള മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആവശ്യമാണെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ പലയിടങ്ങളിൽ നിന്നായി വിളിച്ചുകൊണ്ട്, നഗരത്തിൽ തന്നെയുള്ള പലയിടങ്ങളിലായി നിന്ന് വിളിച്ചുകൊണ്ട് ഈ ഒരു തീ എത്രയും പെട്ടെന്ന് ഒന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള നിർദ്ദേശം കളക്ടർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. കാരണം വലിയ ഒരു പുരയിടമാണിത്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഒരു പുരയിടമാണത്. ഇതിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ഒരു സംഘം ഫയർഫോഴ്സ് വെള്ളം ഒഴിക്കുമ്പോൾ മറ്റൊരിടത്തു നിന്ന് പുകഞ്ഞ ഇങ്ങനെ തീ പടരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ശക്തമായി തന്നെ കാറ്റും ഈ പ്രദേശത്ത് വീശുന്നുണ്ട്. അതും ഒരു വലിയ ആശങ്ക തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഏറ്റവും പ്രാഥമികമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ ഭാരത് പെട്രോളിയത്തിന്റെ റീഫില്ലിംഗ് സെന്റർ ഇതിന് തൊട്ടടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കാൻ ഉള്ള ഒരു ശ്രമം അത് തന്നെയാണ് നടത്തി വരുന്നത്. മറ്റാളുകൾ ആരും തന്നെ ഇതിന് ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു ഒഴിഞ്ഞ ഒരു പറമ്പാണ്, ഒരു കുറ്റിക്കാടായിരുന്നു. ഏക്കർ കണക്കിന് പുരയിടം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് തന്നെ ചില ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ചില ആളുകളൊക്കെ തന്നെയും ഉണ്ട്. നമുക്ക് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പം എന്താണ് സാർ? ഇത് ഏതാണ്ട് കംപ്ലീറ്റ് ആയിപ്പേ. ഞങ്ങൾ ഞങ്ങൾ NDRF ട്രെയിനിങ് ചെയ്യുന്നതാണ് ഇവിടെ. കേരള പോലീസ് ട്രെയിനിങ് കൊടുക്കാൻ ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ലേഡീസ് കോൺസ്റ്റബിളാണ് ആ രീതിയിൽ തീ കണ്ടത്. അവരാണ് കേരള പോലീസ് റിപ്പോർട്ട് ചെയ്യും. അവരാണ് പിന്നെ ഫയറിനെ വിളിച്ച് ഇത്രയും ചെയ്യേണ്ടത്. ബാക്കി മാക്സിമം നമ്മുടെ ഇവിടെ എല്ലാം അണഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ഹെവി ആയിരുന്നു. മനസ്സിലാവുന്നു അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ശ്രമം നടക്കട്ടെ. ഇപ്പോൾ പരന്ന ഒരു പ്രദേശമാണ്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഈ വാർത്തയിലേക്ക് എത്തുകയും ചെയ്യാം.